ശ്രീപത്മനാഭൻ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെ പരിശോധിച്ചു വന്ന ചില കാര്യങ്ങളും കൂടിയുണ്ടല്ലോ. ഈ AAPയുടെ ഒരു നിരാശാജനകമായുള്ള അല്ലെങ്കിൽ AAPക്ക് നിരാശാജനകമായുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല. വളരെയധികം കാലം കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നു. 15 വർഷം തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജ്യ തലസ്ഥാനത്ത് ഇന്ന് കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല എന്നൊരു കാര്യവും കൂടിയുണ്ട്. ഈ ഒരു സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പോലും 1 മുതൽ 3 സീറ്റുകളിൽ കോൺഗ്രസ് ചുരുങ്ങേണ്ടി വരുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ഞാൻ പറയാം. ഇപ്പോൾ പല പത്രമാധ്യമങ്ങളും പറയുന്നത് ഈ ഡൽഹിയിൽ കോൺഗ്രസ് ചെറിയ തോതിൽ ഒരു തിരിച്ചുവരവ് നടത്തുമെന്നാണ്. 1-2 സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന് പല പത്രമാധ്യമങ്ങളും തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ പറയുന്നുണ്ട്. അതിനൊരു കാരണം അതായത് AAPക്ക് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സത്യം നമുക്കറിയില്ല. അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളുടെയിലും ആപ്പിനോടൊരു നിരാശ വന്നത് അവരും ചിലരൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്തേക്കാം എന്ന് പറയുന്നു. അപ്പോൾ കോൺഗ്രസിന് 1-2 സീറ്റ് കിട്ടിയേക്കാം. മാത്രവുമല്ല, കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ വോട്ട് ശതമാനത്തിനും ചെറിയ വർധന ഉണ്ടായേക്കാം എന്ന് പറയുന്നുണ്ട്. അത് ആം ആദ്മി പാർട്ടിയുടെ ചെലവിലാണ് സംഭവിക്കുക. അപ്പോൾ ആം ആദ്മി പാർട്ടി കുറച്ചുകൂടി ക്ഷീണിക്കും. അങ്ങനെ ഒരു സാധ്യത ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. നമുക്കിപ്പോ 8-ാം തീയതി അതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ നമ്മൾ പഠിക്കണം. ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ പ്രിയങ്ക ഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയും ഒക്കെ വോട്ട് ചെയ്യുന്ന മണ്ഡലം ഡൽഹി അസംബ്ലിയിൽപ്പെട്ട ന്യൂഡൽഹി അസംബ്ലി മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല. ഇത്തവണ മത്സരിക്കുന്നത് സന്ദീപ് ദീക്ഷിത്താണ്, ഷീല ദീക്ഷിത്തിന്റെ മകൻ. ഇത്തവണ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. അതാണ് ഒരു കാര്യം. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വിവാദ പ്രസ്താവനകളെ സംബന്ധിച്ച്. നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന്. അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ പോയി മാപ്പ് പറഞ്ഞു. നിതിൻ ഗഡ്കരിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു. നിതിൻ ഗഡ്കരി അഴിമതിക്കാരനാണ്. നിതിൻ ഗഡ്കരി കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ പോയി മാപ്പ് പറഞ്ഞു. ഇയാൾ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യമാണ് യമുനയിലെ ജലത്തിൽ ഹരയാനക്കാർ വിഷം കലർത്തുന്നു. മാത്രവുമല്ല, വേറെ തമാശയുണ്ട്. പഞ്ചാബിൽ കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഇവർ എന്താ പറഞ്ഞത്? പഞ്ചാബിൽ നിന്നും ഈ കൃഷിക്കാര് വൈക്കോല് കത്തിച്ചിട്ട് അതിന്റെ പുക ഡൽഹിയിൽ വരുന്നൊരു വിഷയമുണ്ട്. പഞ്ചാബിലെ ഹരിയാനയിലെ കൃഷിക്കാര് അവരെ കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വൈക്കോല് കൂട്ടിയിട്ട് കത്തിക്കും. അപ്പൊ അതിന്റെ പുക ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ മൂടൽമഞ്ഞും അന്തരീക്ഷം മോശമാവുന്ന ഒരു വിഷയമുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ പഞ്ചാബിൽ അധികാരത്തിൽ വന്നാൽ അത് ഉടനെ തീർക്കും എന്നാ പറഞ്ഞു. പഞ്ചാബിൽ അവർ അധികാരത്തിൽ വന്നിട്ട് 3 വർഷമായി. ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. അതേസമയത്ത് ഹരിയാനയിൽ BJP ഗവൺമെന്റ് ഇടപെട്ട് ആ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിച്ചിട്ടുണ്ട്. കാരണം ഈ വൈക്കോലുകള് അത് കമ്പോസ്റ്റ് കുഴിയിലാക്കി അതിനെ വളമാക്കുന്ന രീതി ഹരിയാനയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക, കത്തിക്കുന്നതിന് പകരം. എന്നാൽ പഞ്ചാബിൽ ഇവർ പരാജയപ്പെട്ടു. അപ്പൊ പറയുന്നത് ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാരാണ്, ഒരു പാർട്ടിയാണ് ഈ AAP. എന്നാലും അവർക്ക് യാതൊരു മടിയില്ല. ഇനി വാഗ്ദാനങ്ങൾ കൊടുത്തോണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ജയിക്കുക. അതിൽ ഒരു എത്തിക്സും വേണ്ട, ഒരു നീതിയും വേണ്ട, ഒരു സാമാന്യ മര്യാദയും വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അവര്. അപ്പൊ അവരങ്ങനെയൊക്കെ ചെയ്യും. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പലരും പുറത്തു വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗുരുതരമാണ്. പ്രത്യേകിച്ച് ആ ഒരു കവി ഉണ്ടല്ലോ, കുമാർ ബിശ്വാസ്. അദ്ദേഹം അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞു വരാൻ കാരണം എന്താണ്? ബാലാകോട്ടിലെയും സർജിക്കൽ സ്ട്രൈക്കിനും തെളിവ് ചോദിച്ചു ആം ആദ്മി പാർട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പട്ടാളക്കാരോട് ചെയ്ത കാര്യത്തിന് തെളിവ് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. ഇങ്ങനെ വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് ഇത്രയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഈ പണിയൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി. 10, 75, 50 വർഷം പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്താൽ മനസ്സിലാക്കാം ദുഷിച്ചിട്ടാണ് ഇവർ. അപ്പോഴേക്കും എന്തൊക്കെ ചെയ്തു? അവരുടെ നേതാവ് സത്യേന്ദ്ര ജെയിൻ ജയിലിലായിരുന്നു. എന്തിനാ ജയിലിൽ പോയത് അറിയോ? വ്യാജ LLB സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള ഗുരുതരമായ കുഴപ്പങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എലക്ഷൻ എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡൽഹി അഴിമതി, ഈ ലിക്കർ അഴിമതി, മദ്യ അഴിമതി നടത്തിയത് എന്തിനാണെന്നറിയോ? ഗോവ ഇലക്ഷന്റെ ഫണ്ടിന് വേണ്ടിയിട്ടാണ്.